തിരുവനന്തപുരം കിളിമാനൂരിൽ പാമ്പുകടിയേറ്റ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കാരേറ്റ് പേടികുളം സ്വദേശി സുധർമ്മയാണ് മരിച്ചത്. വീട്ടുമുറ്റത്തെ കിണറിന് സമീപത്ത് വെച്ച് പാമ്പ് കടിക്കുകയായിരുന്നു. കുഴഞ്ഞു വീണ സുധർമ്മയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വലത് കാലിനാണ് കടിയേറ്റത്. കടിച്ച പാമ്പ് ഏത് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി എസ് അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എപ്പോഴായിരുന്നു ഈ പാമ്പ് കടിയേറ്റത്? പാമ്പ് കടിച്ചു എന്ന് അപ്പം തന്നെ തിരിച്ചറിഞ്ഞിരുന്നോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് വീടിന് സമീപത്തെ കിണറ്റിന്റെ ചുവട്ടിൽ വെച്ച് സുധർമ്മയ്ക്ക് പാമ്പിന്റെ കടിയേൽക്കുന്നത്. പാമ്പ് കടിയേറ്റ ഉടൻ തന്നെ ഇവർ ഉച്ചത്തിൽ നിലവിളിച്ചു. തന്നെ പാമ്പ് കടിച്ചു എന്ന രീതിയിലാണ് നിലവിളിച്ചത്. അപ്പോൾ തന്നെ പ്രദേശത്ത് ഉണ്ടായിരുന്ന നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഓടിയെത്തിയിരുന്നു. എന്നാൽ അപ്പോഴേക്കും സുധർമ്മ ബോധരഹിതയായി നിലത്ത് വീണിരുന്നു. സുധർമ്മയുടെ വലത്ത് കാലിനാണ് കടിയേറ്റിരുന്നത്. കാലിൽ വലിയ മുറിവാണ് രൂപപ്പെട്ടിരുന്നത്. എന്നാൽ പാമ്പ് കടി സാധാരണ ഒരു പാമ്പ് കടിയിൽ കാണുന്നത് പോലെയുള്ള ചെറിയ മുറിവുകളല്ല, വലിയ രീതിയിലുള്ള മുറിവുകളാണ് കാലിലുണ്ടായിരുന്നത്. ഈ പാമ്പിന് വേണ്ടി നാട്ടുകാർ തിരച്ചിൽ നടത്തിയിരുന്നു ഈ പ്രദേശത്ത്. എന്നാൽ പാമ്പിനെ കണ്ടു കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇത് കടിച്ച പാമ്പ് ഏതാണെന്ന് ഇപ്പോൾ കൃത്യമായി തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അണലി വർഗത്തിൽപ്പെട്ട പാമ്പാണ് കടിച്ചതെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്ന സൂചന. ഈ അണലിയുടെ കടി കേൾക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ബോധരഹിതരായി വീഴുന്നതെന്നും ഇതിനെ സംബന്ധിച്ച വിദഗ്ധർ പറയുന്നു. എന്തായാലും കിണറിന്റെ പരിസരം പോലെയുള്ള തണുപ്പ് ലഭ്യമാകുന്ന സ്ഥലങ്ങളിലേക്ക് ഈ പാമ്പുകൾ ഈ ശക്തമായ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി എത്തുന്നതാണ് എന്നും ഇത് സംബന്ധിച്ച് പറയുന്നുണ്ട്. ഏതായാലും ഈ സുധർമ്മയെ ഈ സമയം തന്നെ പാമ്പ് കടിയേറ്റ നിമിഷങ്ങൾക്കകം തന്നെ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. എങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഉള്ളത്. അഭിലാഷ്, ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ, അതായത് ഇപ്പോൾ ഈ പാമ്പ് കടിയേറ്റാൽ വളരെ പെട്ടെന്നൊക്കെ ആശുപത്രിയിൽ എത്തിച്ചാൽ പലപ്പോഴും അത് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങേറ്റം വിഷമുള്ള പാമ്പ് തന്നെയാണ് കടിച്ചത് എന്ന് പറയുമ്പോഴും ഈ പാമ്പിനെ കണ്ടെത്താനാകുന്നില്ല എന്നതൊരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യവുമല്ലേ? കാരണം വീട്ടുമുറ്റത്തെ കിണറിന് സമീപത്ത് നിന്നാണ് പാമ്പ് കടിയേറ്റത്. ഒരു പക്ഷേ ആ പാമ്പ് ആ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ തുടരുവാനുള്ള സാധ്യത ഉണ്ട് താനും. തീർച്ചയായിട്ടും അഭിലാഷ്, ഈ പ്രദേശത്തുള്ളവരാകെ തന്നെ ഈ കാര്യത്തിൽ ഇപ്പോൾ ഭയചകിതരാണ്. കാരണം ഈ പാമ്പിന്റെ വലിയ രീതിയിലുള്ളൊരു കടിയാണ് പാമ്പ് കടിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മുറിവ് തന്നെ ഈ സുധർമ്മയുടെ വലത് കാലിൽ സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ ഈ കിണറിനും ഇതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഈ പാമ്പിനെ ഒളിച്ചിരിക്കാൻ പറ്റുന്ന സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നാട്ടുകാർ പരിശോധന നടത്തി വരികയാണ് ഇപ്പോഴും. എന്നാൽ ഇതുവരെയും ഈ പാമ്പിനെ സംബന്ധിച്ച് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. എന്തായാലും പ്രദേശവാസികളാകെ തന്നെ പരിസരത്തുള്ളവരാകെ തന്നെ ഇത് ഭയത്തിലാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസമായിരുന്നു തൃശ്ശൂരിൽ നിന്ന് അൽജോ കൊടകര മറ്റത്തൂരിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടി, 8 വയസ്സുള്ള കുട്ടി പാമ്പുകടിയേറ്റ് മരിച്ചതിൻ്റെ ദുഃഖവാർത്ത മലയാളികളിലേക്ക് എത്തിയിരുന്നത്. ഇപ്പോഴിതാ മറ്റൊരു അപകടം കൂടി ആണ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.